മാപ്പ് നൽകൂ, വിട്ടുവീഴ്ച കാണിക്കൂ, ക്ഷമ കാണിക്കൂ. അതാണ് തന്റെ ഇടത്തിന്റെ മാർഗം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വഇൻ തസ്ബിറു വതത്തഖൂ ഫഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ. നിങ്ങൾ ക്ഷമിക്കുകയാണെങ്കിൽ, തഖ്വയോടുകൂടി നിലകൊള്ളുകയാണെങ്കിൽ അത് തന്റേടമുള്ള കാര്യത്തിൽപ്പെട്ടതാകുന്നു. ഒരാളെ തന്റേടിയാക്കുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ട ഘടകം ക്ഷമയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, നിങ്ങളുടെ ശരീരത്തിലും നിങ്ങളുടെ സമ്പത്തിലും ഒരുപാട് പരീക്ഷണങ്ങൾ നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരും. വേദക്കാരിൽ നിന്നും അതേപോലെയുള്ള ആളുകളിൽ നിന്നും നിങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഒരുപാട് കുത്തുവാക്കുകൾ നിങ്ങൾക്ക് കേൾക്കേണ്ടി വരും. അങ്ങനെ പരീക്ഷിക്കപ്പെടുമ്പോഴും പരിഹസിക്കപ്പെടുമ്പോഴും വഇൻ തസ്ബിറു, നിങ്ങൾ ക്ഷമയോടുകൂടി ഉറച്ചു നിൽക്കുക, വതത്തഖൂ, അതേപോലെ തന്നെ അള്ളാഹുവിന്റെ വിധിവിലക്കുകളെ നിങ്ങൾ കാത്തു സൂക്ഷിക്കുകയും ചെയ്താൽ അത് തന്റെ ഇടത്തിന്റെ വിഷയം എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അതുകൊണ്ട് ക്ഷമാലുക്കളായി തീരുക, തഖ്വയുള്ളവരാവുക, എങ്കിൽ നമുക്ക് തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കാൻ സാധിക്കും. അതേപോലെ തന്നെ മറ്റൊന്നാണ് മാപ്പ് നൽകലും വിട്ടുവീഴ്ച നൽകലും. വലമ സബറ വഗഫറ ഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ആരാണോ ക്ഷമിക്കുകയും മാപ്പ് നൽകുകയും ചെയ്യുന്നത് അത് തന്റെ ഇടമുള്ള കാര്യമാകുന്നു. പലരും അവരുടെ ജീവിതത്തിലെ വലിയ ലക്ഷ്യങ്ങൾ നഷ്ടപ്പെടുത്തുന്നത് അവരുടെ കോപം കൊണ്ടോ അവരുടെ ക്ഷമകോട് കൊണ്ടോ ആണ്. മറ്റൊരാൾക്ക് മാപ്പ് നൽകാൻ അവർ തയ്യാറല്ലാതിരിക്കുമ്പോൾ, ഈഗോ അവരെ പിടികൂടുമ്പോൾ വലിയ ലക്ഷ്യങ്ങളെ മറന്നിട്ട് പിന്നീട് അതുമായി ചുറ്റിപ്പറ്റി കാര്യങ്ങളിൽ അവർ അവരുടെ ജീവിതത്തെ നശിപ്പിക്കുകയാണ്. എത്രയെത്ര ആളുകളുണ്ട് അവരുടെ ജീവിതം മുഴുവൻ ഒരുപക്ഷെ കോടതികളിലായിരിക്കും, വക്കീലിന്റെ കൂടെയായിരിക്കും, അതേപോലെയുള്ള ആളുകളുടെ കൂടെയായിരിക്കും. ഒരു മാപ്പ് നൽകേണ്ടുന്ന പ്രശ്നമേ ഉണ്ടാവുകയുള്ളൂ. പക്ഷേ ഈ ഒരു പ്രശ്നത്തിന്റെ പേരിൽ ജീവിതം മുഴുവൻ നഷ്ടപ്പെടുത്തുന്ന ആളുകൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, മാപ്പ് നൽകൂ, വിട്ടുവീഴ്ച കാണിക്കൂ, ക്ഷമ കാണിക്കൂ. അതാണ് തന്റെ ഇടത്തിന്റെ മാർഗം. ഉയർന്ന മൂല്യങ്ങളെ, ലക്ഷ്യങ്ങൾ നേടിയെടുക്കുവാനും അത് നിങ്ങളെ സഹായിക്കുന്നതാണ്.